നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു താത്ത, നിസ്കരിക്കുന്ന താത്ത, തട്ടമിട്ട താത്ത, അവരുടെ മതം വിട്ടുകൊണ്ട്, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ വിട്ടുകൊണ്ട് അവർക്കൊരു കളിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അവർ വരയ്ക്കുന്നത്, ഞാനൊരു കൃഷ്ണന്റെ ഫോട്ടോ എൻ്റെ ഏതോ ആളുകൾ കൊണ്ടുവന്ന പഴയ ഒരു ആക്രി സാധനത്തിൽ കാണുന്നു കൃഷ്ണന്റെ ഫോട്ടോ. ആ കൃഷ്ണന്റെ ഫോട്ടോ ഭഗവാൻ എന്നെ കൊണ്ട് ദർശനം തന്നുകൊണ്ട് വരപ്പിക്കുന്നു, ഞാൻ ചിത്രകാരിയല്ല, ഞാൻ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു മുസ്ലിം സ്ത്രീ. അവർ കൃത്യമായിട്ടും കണ്ണന്റെ ഭക്തരെ, കാരണം നമ്മൾക്കറിയാം ലോകത്താകമാനമാണ് കൃഷ്ണ ഭക്തരുള്ളത്, അതും പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന്റെ ഭക്തർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. അത്തരത്തിൽ ഹിന്ദുവിന്റെ ഏറ്റവും വലിയൊരു മർമ്മത്തിൽ പിടിച്ചുകൊണ്ട് തന്നെ അതിനെ മാർക്കറ്റ് ചെയ്തെടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിക്കാൻ വേണ്ടി അങ്ങനെ പച്ചയ്ക്ക് തന്നെ പറയേണ്ടതുണ്ട്. കാരണം അവരുടെ ഹിസ്റ്ററി, ചരിത്രം പൂർണ്ണമായിട്ടും തട്ടിപ്പിന്റേതാണ്. ആ തട്ടിപ്പുകാരി ലക്ഷ്യമിട്ടത് ഇവിടത്തെ പ്രമുഖ BJP RSSന്റെ ഉന്നത നേതാക്കന്മാരെയായിരുന്നു. മാത്രമല്ല ഇവിടത്തെ ഹിന്ദു സംഘടനാ നേതാക്കന്മാർ, അതുമല്ല സിനിമാ പ്രമുഖർ എന്ന് വേണ്ട എല്ലാ പ്രമുഖരെയും ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾക്ക് ഈ വിഷയം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരുപാട് ഇരകൾ, ഇവരല്ല യഥാർത്ഥത്തിൽ ഇര. ഇവർ കഴിഞ്ഞ ദിവസം എന്തോ വയറിളക്കാനുള്ള എന്തോ ഗുളിക കുടിക്കുകയോ മരുന്ന് കുടിക്കുകയോ അങ്ങനെ വയറ് വല്ലാതെ ഇളകിയപ്പോ ഇവരെ കൊണ്ടുപോയി ആശുപത്രി, കോഴിക്കോട് ആശുപത്രിയിലാക്കി. എന്നിട്ട് ഞാനിതോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നേ എന്ന് പറഞ്ഞ എന്തോ ഒരു വീഡിയോ കുറച്ചു നേരം മാത്രം റിലീസാക്കുക, അത് കുറച്ചു കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യപ്പെടുക. അതിനുശേഷം കൃത്യമായിട്ടും ആ ആശുപത്രിയിൽ നിന്നും വയറിളക്കത്തിനുള്ള മരുന്നാന്ന് കണ്ടതുകൊണ്ട് തന്നെ പോലീസും മൊഴി എടുത്തു എന്നോ കേൾക്കുന്നു. അത്തരത്തിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്ന ഞമ്മന്റെ താത്ത ഇപ്പൊ വീട്ടിലെത്തിക്കൊണ്ട് പുതിയൊരു ലൈവ് വീഡിയോയുടെ രംഗത്ത് വന്നു. കണ്ടില്ലേ എല്ലാരും? നോക്കൂ, ഹിന്ദു എത്ര കിട്ടിയാലും പഠിക്കാത്തവനാണ്. കിട്ടിയാൽ പഠിക്കാത്ത ഹിന്ദു, നിനക്ക് ഇവിടെ ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ഈ താത്തയുടെ ഏറ്റവും വലിയ ഫാൻസ് ആയിട്ട് നടന്നുകൊണ്ട് ഈ തട്ടിപ്പുകാരിക്ക് വേണ്ടി, ഈ ഹണി ട്രാപ്പുകാരിക്ക് വേണ്ടി, ഈ വൃത്തികെട്ട ഈ ജന്തുവിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള ഒരുപാട് എണ്ണമുണ്ടല്ലോ. ഫേസ്ബുക്കിലായാലും സോഷ്യൽ മീഡിയയുടെ സകല പ്ലാറ്റ്ഫോമിലും. ആ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾക്ക് ഒരിത്തിരിയെ ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ. കാരണം മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കയറി വലിഞ്ഞു ചെന്നുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തെടുത്തുകൊണ്ട് അവരെ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി റെക്കോർഡ് ചെയ്ത ഈ നികൃഷ്ട വൃത്തികെട്ട ഈ ജന്തുവിന്റെ സ്വഭാവം, സംസ്കാരം നമ്മൾക്കില്ലാത്തത് കൊണ്ട് ഒരിത്തിരി മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. ഇത്തിരി കേൾപ്പിക്കാൻ കാരണം, വെറുതെ ഇതാ ഇപ്പൊ പൊട്ടിക്കും എന്ന് നമ്മൾക്കറിയാം. ഈ ക്രൈം നന്ദകുമാറൊക്കെ ഉണ്ടല്ലോ. ഈ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന അയാളുടെയൊക്കെ ചാനലിൽ അയാൾക്ക് ഇതാ പരിപാടി, ഇതാ ഞാനിപ്പോൾ ഈ ബോംബ് ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കും. എന്നിട്ടാ ആ പേടിച്ചിട്ട് ഇയാൾ പൊട്ടിക്കും എന്ന് പറഞ്ഞ ആൾക്കാരെ കയ്യിൽ നിന്ന് വല്ല നക്കാപ്പിച്ചയും കിട്ടിയ അത് നക്കിക്കൊണ്ട് അയാളുടെ സകല എണ്ണത്തെയും തീറ്റിപ്പോറ്റുക. ആ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം നമ്മൾക്കറിയില്ല. അതുകൊണ്ടാണ് ഇത്തിരി ഞാൻ കേൾപ്പിക്കുന്നത്. ഒരാളുടെ സ്വകാര്യത മറ്റുള്ള ആളുകൾ കേൾപ്പിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തെളിവിന് മാത്രം ഞാൻ ഇവിടെ ഒരു ഇത്തിരി കേൾപ്പിക്കാം. ഞാൻ വിളിച്ചിട്ട് ഏട്ടൻ ഫോൺ എടുക്കാനിട്ടാ. ഇത്രേ ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ. അതായത് വലിയൊരു പ്രമുഖനാണ് ഇവിടെ, വലിയ ഹിസ്റ്റോറിക്കൽ അതല്ലെങ്കിൽ വലിയ വലിയ സിനിമകൾ നിർമ്മിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാതാവ്, അതിനേക്കാൾ ഉപരി ഇവിടുത്തെ വലിയ സമ്പന്നനായിട്ടുള്ള ഒരു കൂട്ടിക്കൊടുപ്പ് മാധ്യമത്തിൽ ഏറ്റവും വലിയ നിക്ഷേപമുള്ള, ഇനി മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആലപ്പുഴയിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശോഭാ സുരേന്ദ്രൻജിയെ തോൽപ്പിക്കാൻ വേണ്ടി ഈഴവന്റെ അതല്ലെങ്കിൽ SNDPയുടെ ആ ഇടയിലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരായിട്ടുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള വലിയ കാശുകാരനാണ്. അയാളെ ഞാനിവിടെ വിളിക്കുന്ന ഭാഷ പച്ച തെമ്മാടി നാറി എന്ന് തന്നെയാണ്. കാരണം അയാൾ കിളവനാണ്, അയാൾക്ക് പൊങ്ങുമോ എന്ന് പോലും അറിയില്ല പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ. അത്തരത്തിലുള്ള ഇന്ന് നാടൊട്ടുക്ക് വളരെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന ആ കിളവൻ ഈ പറയുന്ന പെണ്ണിനോട് സംസാരിക്കുന്ന ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ
ഈ നാറിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആഞ്ഞടിക്കും എല്ലാവരും. അതുകൊണ്ട് ഞാനിവിടെ കൂടുതൽ ഇത് പബ്ലിഷ് ചെയ്യാത്തത്, നമ്മൾക്കൊരു മാന്യതയുണ്ടല്ലോ. ഒരു കിളവൻ ഒരു കിളുന്ത് പെണ്ണിനോട് സംസാരിക്കുന്ന ഇയാളെ പോലെയുള്ള ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് ജനത്തിന് മുൻപിൽ, ലോകത്തിന് മുൻപിലാണ് കേട്ടോ ഇയാൾ സ്റ്റാൻഡേർഡ് അല്ല എന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷെ ലോകത്തിന് മുൻപിൽ ഇയാൾ ആരാണ്? ഞാൻ വലിയ ബിസിനസ്സുകാരനാണ്, വലിയ കാശുകാരനാണ്, വലിയ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താ ഉണ്ടാക്കാൻ നടക്കുന്ന ഡാഷ് മോനാണ്. എന്നിട്ട് ഇസ്ലാമിക കൊടും ഭീകരന്മാർക്ക് വേണ്ടി നമ്മുടെ ശോഭാ സുരേന്ദ്രൻജി അടക്കമുള്ള ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ നപുംസകം നാലാംകിട നാറിയ തെണ്ടി, ബാക്കി ഞാൻ പറയുന്നില്ല. കാരണം അത്രയുണ്ട് എന്റെ രോഷം, അത്രയുണ്ട് എന്റെ ദേഷ്യം. മാത്രമല്ല ഇയാളെയൊക്കെ നമ്മൾ ഒരുപാട് ആരാധനയോടെ ബഹുമാനത്തോടെ കണ്ടിരുന്നു. ആ വൃത്തികെട്ടവന്റെ ഓഡിയോ ജനങ്ങൾ മുഴുവൻ കേൾക്കേണ്ടതാണ്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒരുപാട് ഓഡിയോസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് പബ്ലിഷ് ചെയ്യും. പക്ഷെ ഇപ്പൊ അത് പബ്ലിഷ് ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തോളേറ്റിക്കൊണ്ട് നടക്കുന്ന ഈ കൃഷ്ണഭട്ട എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ട് ഹിന്ദുക്കളായ സകല ഹിന്ദുക്കളെയും മൂഞ്ചിച്ചുകൊണ്ട്, ആ ഭാഷ തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്, മൂഞ്ചിച്ചുകൊണ്ട് ഇന്ന് ആത്മഹത്യ നാടകം കഴിഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള ആരാധകരുണ്ടല്ലോ, ആ ആരാധക വൃന്ദത്തിന് ഇത്തിരിയെങ്കിലും തലയിൽ മൂള കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ടി വരുന്നത് എന്ന് വേദനയോടെ തന്നെ പറയേണ്ടതുണ്ട്. കാരണം ഇയാളും ഒരു ഹിന്ദുവാണ്, കിളവനായ ഹിന്ദുവാണ്. ഇയാൾക്ക് മക്കളും പേരക്കുട്ടികളും ഒരുപാട് ബന്ധുജനങ്ങളുണ്ട്. ഇയാളുടെ കീഴെ ആയിരക്കണക്കിന് ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ ഇയാളുടെ ഈ നിർമ്മാണത്തിൽ ഒരുപാട് വലിയ വലിയ സിനിമകൾ നമ്മുടെ നാട്ടിലേക്ക് വരാനുണ്ട്. അത്തരത്തിലുള്ള വലിയ നാടുകാരുടെ മുമ്പിൽ വലിയൊരു സംഭവമായിട്ടുള്ള ഈ നാറിയുടെ യഥാർത്ഥ മുഖം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ആ വലിയ മനുഷ്യനെന്ന് പറഞ്ഞു നടക്കുന്ന അയാളുടെ ഓഡിയോ ഈ വൃത്തികെട്ട സ്ത്രീ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ് ആ ലക്ഷ്യം? അന്നം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും എന്താണ് ആ ലക്ഷ്യം. ആ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഹണി ട്രാപ്പ്. അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കാശ് ചോദിക്കുക, അതല്ലെങ്കിൽ അയാളെ വരുതിക്ക് നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം നടക്കാത്തത് കൊണ്ടോ ഇനി അതല്ല ഇവരുടെ മൊബൈലിൽ നിന്ന് ഇത് ചോർന്നത് കൊണ്ടോ എന്നറിയില്ല, ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ ഓഡിയോയാണ് ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അത് ഓരോന്നും വേണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് പബ്ലിഷ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ആരാധക വൃന്ദങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തലയിൽ വെച്ച് നടക്കുന്ന കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇത് പറയുന്നത്. ഇത് ശോഭാ സുരേന്ദ്രൻ, ശോഭ ചേച്ചിയുടെ വിഷയം ഞാൻ ഇവിടെ പറയുന്നത്, ഈ നാറിയായിട്ടുള്ള വലിയ കാശുകാരനുണ്ടല്ലോ, ഈ കാശുകാരൻ അവന്റെ സെക്സ് അവന്റെ കാമം തീർക്കുന്നത് ഈ പെണ്ണിനോട്, ഈ താത്തയോട് തീർക്കുന്ന സംഭാഷണമാണിത്. എനിക്ക് നാണക്കേടുണ്ട് നമ്മുടെ ചാനലിലൂടെ ഇത്രയും വൃത്തികെട്ട ഒരുത്തന്റെ ആ സംഭാഷണം പുറത്തുവിടാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത് പൂർണ്ണമായിട്ടും വിടാത്തത്. ഇത്തിരി മാത്രമേ കേൾപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയും ഞാൻ പറയുന്നു, നമ്മൾക്ക് തെളിവ് വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ 14 വ്യൂസ് വന്നുകൊണ്ട് അതിന്റെ കാശെടുത്ത് നക്കിത്തിന്ന് നടക്കേണ്ട ഗതി എനിക്കില്ല. അതുകൊണ്ട് വീണ്ടും പറയുന്നു, തെളിവുകൾ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സ്ത്രീക്കെതിരെ വാർത്തകൾ ചെയ്തിട്ടുള്ളത്. തെളിവില്ലാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യാറില്ല. വെറുതെ വാവിട്ട വാക്ക് അതല്ലെങ്കിൽ കൈവിട്ട കല്ല് എന്ന രീതിയിൽ വെറുതെ തൊള്ള തുറന്ന് വിളിച്ചു പറയുന്ന ഏർപ്പാട് നമുക്കില്ല. ഉള്ളതുപോലെ പറയും. അത് എന്നിട്ടും മനസ്സിലാക്കാത്തവർക്ക് ഇതുപോലെ ഇച്ചിരിയൊക്കെ കേൾപ്പിച്ചു തരും. പിന്നെയും കേൾക്കാത്തവന്മാർ ഇവളേതും അതല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീയുടേതും ഊമ്പിക്കൊണ്ട് തന്നെ തീരേണ്ടവന്മാർ തന്നെയാണ്. നോക്കൂ, BJP-യിലെ സമുന്നത നേതാക്കളാണ് ഇവളുടെ വീട്ടിലേക്ക് വരെ പോയിട്ടുള്ളത്. RSS കാര്യാലയമായാലും സുരേഷ് ഗോപി സാറായാലും ഇന്നിപ്പോ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിനൊക്കെയുള്ള ഇവളുടെ ആ ഒരു സ്വാധീനം നിങ്ങൾ മനസ്സിലാക്കൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എങ്ങനെയാണ് ഇവൾക്ക് ഇത്ര സ്വാധീനം കിട്ടിയിട്ടുള്ളത്? തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഈ ചാർട്ടിങ്, ഇത്ര അദ്ദേഹത്തിന്റെ സമയവും അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റും ആരും എടുത്തു കൊടുക്കാതെ എങ്ങനെയാണ് ഇവൾക്ക് കിട്ടുന്നത്? മാത്രമല്ല ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഇടവും വലവും നിറഞ്ഞു നടക്കുന്ന 2 എണ്ണമുണ്ട്. അതിലൊരുത്തനാണ് ഇവൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് എന്ന ഒരു കരക്കമ്പിയും പാസ്സായിട്ടുണ്ട്. അത് തെളിയിക്കുന്ന ഇനി ഇവര് തമ്മിലുള്ള ഓഡിയോയും പുറത്ത് കിട്ടാനുണ്ട്, ഒട്ടേറെ നമ്മുടെ കയ്യിൽ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ BJP-ക്ക് ഉള്ളിലുള്ള, BJP-ക്ക് പുറത്തുള്ള, ഹിന്ദു സംഘടനയ്ക്കുള്ളിലും പുറത്തുമുള്ള ഒട്ടേറെ പ്രമുഖരെ തന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള, രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള എത്രയോ 10-16 കേസുകൾ
കള്ളക്കേസ് കൊടുത്തുകൊണ്ട്, അത് പൂർണ്ണമായിട്ടും പീഡന കേസ് കൊടുത്തുകൊണ്ട് നിരപരാധികളെ ജയിലിൽ അടച്ചുകൊണ്ട് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയിട്ടുള്ള ആ സ്ത്രീക്കെതിരെ കോടതിയിലാണ് രേഖകളുള്ളത്, കോടതി രേഖകളാണുള്ളത്. അത് വിധി പ്രസ്താവനയുണ്ട്, കോടതിയുടെ കണ്ടെത്തലുകളുണ്ട്, നിരീക്ഷണങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും വിശ്വസിക്കാതെ ആ സ്ത്രീയുടെ കണ്ണീരും കണ്ട് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള നാറികൾ മനസ്സിലാക്കിക്കോ, നാളെ നിന്റെയൊക്കെ ഗതി ഇത് തന്നെയാണ്. ഈ സ്ത്രീയെ സ്നേഹത്തിന്റെ പേരിൽ, ബഹുമാനത്തിന്റെ പേരിൽ, ആദരവിന്റെ പേരിൽ, പിന്നെ ഭക്തിയുടെ പേരിലൊക്കെ വിളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇവളുടെ മൊബൈലിൽ നിങ്ങൾ വിളിക്കുന്ന ഓരോ കോൾ റെക്കോർഡാണ്. ആ റെക്കോർഡഡ് കോളുകൾ അവൾക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കും. അതല്ലെങ്കിൽ അവൾ അത് നിങ്ങളോട് ആവശ്യപ്പെടും, നിന്റെ ഈ ഓഡിയോ എന്റെ അടുത്തുണ്ട്, അത് ഞാൻ പുറത്തു വിടണ്ടായെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ താ എന്ന് പറയുമ്പോൾ അവിടെ വായും പൊളിച്ചിരിക്കുന്ന ഹിന്ദുവിന്റെ ആ ഒരു അവസാനത്തെ ഒരു അത്താണി എന്ന് പറയുന്നത് പിന്നെ ഇവൾ കളിച്ച നാടകമുണ്ടല്ലോ, ആത്മഹത്യ ഭീഷണി. ആ ആത്മഹത്യ ഭീഷണിയാണ്. നോക്കൂ, ജനലക്ഷങ്ങൾ ആരാധനയോടെ നോക്കുന്ന ഒരു കിളവന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ആ കിളവൻ ഇവിടെ മിനിറ്റുകൾ നീളുന്ന റിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, നിരന്തരം റിങ് ചെയ്ത് വിളിക്കുന്നു. അപ്പോൾ ഇവൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയാണ്, ഞാൻ കുളിക്കാൻ പോയതായിരുന്നു ഏട്ടാ. അപ്പൊ ഏട്ടൻ എന്ന് പറയുന്ന ഈ നാറി ഉണ്ടല്ലോ, ഈ കിളവൻ പൈസക്കാരനാ, പണം ഇഷ്ടം പോലെയുണ്ട്. ഇവന്റെയൊക്കെ ആ ഞരമ്പ് രോഗം ഒന്ന് ആലോചിച്ച് നോക്കും. ഇവന് മക്കളും പേരക്കുട്ടികളും ഒക്കെ ഇല്ലേ. ഇവന്റെ പേര് ഞാൻ ഇവിടെ പറയാത്തത് നമ്മൾക്ക് നാളൊക്കെയാണ് ഭഗവാന്റെ ഒരു പേര്, അതല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു നാമത്തിന്റെ ഭാഗം കൂടി ഈ ഡാഷ്ബോർഡിന്റെ പേരിന്റെ മുൻപിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ഏതൊരാള് കമന്റ് ഇട്ട് കഴിഞ്ഞാലും, ഏതൊരു പേര് കമന്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ സ്വയം മനസ്സിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ആര് കമന്റ് ഇട്ട് കഴിഞ്ഞാലും അത് ഇടുന്നവന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. കോടികൾ കൊണ്ട് അമ്മാനമാടി നടക്കുന്ന ഇസ്ലാമിക ജിഹാദികളുടെയും രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരുടെയും ഒക്കെ ചട്ടുക മാറിയിട്ടുള്ള അയാൾക്ക് കോടിക്കണക്കിന് രൂപ എറിഞ്ഞുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ ആവുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ നാറിയുടെ ഈ സെക്സ് ചാറ്റിന്റെ പൂർണ്ണ രൂപം കേൾപ്പിക്കുന്നില്ല. പക്ഷേ ആവശ്യം എന്നുണ്ടെങ്കിൽ ഇതല്ല, ഇതിന്റെ അപ്പുറം വന്നിട്ടുള്ള എല്ലാതും എടുത്ത് പുറത്തേക്കിടാൻ എനിക്ക് യാതൊരു നാണവും മാനവും ധൈര്യത്തിന് കുറവുമില്ല എന്നുള്ളത് കേൾക്കുന്നവർ മനസ്സിലാക്കുക. ഇനി വീണ്ടും പറയുന്നു, എന്റെ ഹിന്ദു സഹോദരങ്ങളോട് പറയുന്നു, ക്രിസ്ത്യൻ സഹോദരങ്ങളോട് പറയുന്നു, ഈ ചാട്ടക്കാരിയുടെ, ഈ വേട്ടക്കാരിയുടെ, ഈ ഹണി ട്രാപ്പുകാരിയുടെ ട്രാപ്പിൽ ഇനിയും നിങ്ങൾ പെടാതിരിക്കുക. അവൾ പച്ച ശുദ്ധ തട്ടിപ്പുകാരിയാണ് എന്നുള്ളത് 150% നിങ്ങളോട് പറയുന്നു. അത് വെറും വാക്കുകൊണ്ട് പറയുന്നതല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവൾക്ക് എല്ലാ പിടിവള്ളിയും നഷ്ടപ്പെട്ടോളമാണ്. അപ്പോഴാണ് ആത്മഹത്യ ഭീഷണി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുക. എന്നിട്ട് എന്താ ചെയ്തത്? വയറിളകാനുള്ള ഗുളിക കുടിച്ചു. വയറങ്ങട്ട് നന്നായിട്ട് ഇളകി. 2 ദിവസം കക്കൂസിൽ നിന്ന് പോരാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് ഇളകിയപ്പോ ആശുപത്രിക്കാർ പറഞ്ഞു, നിന്റെ ഈ അമേദ്യം ഇവിടെ തൂറ്റി നാറ്റിക്കാനുള്ളതല്ല ഞങ്ങളുടെ ആശുപത്രി, വിട്ടോ ഇവിടുന്ന് എന്ന് പറഞ്ഞ് ആ ദിവസം തന്നെ രാവിലെ ഇന്ന സമയത്ത് 10-11 മണിക്ക് മരുന്ന് കുടിക്കുന്നു. വൈകുന്നേരം 6-7 മണിയാകുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ഒഴിവാക്കി വിടുന്നു. വീട്ടിൽ പോയി ബാക്കി നിന്റെ ടോയ്ലറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞു വിടുന്നു. അവർ എന്ത് ചെയ്തു? ഇവിടുത്തെ ആരാധക വൃന്ദങ്ങളായിട്ടുള്ള ഫാൻസുകാരുണ്ടല്ലോ, അവരുടെ മനോനില പരിശോധിക്കാൻ വേണ്ടി അടുത്തൊരു ലോഡ്ജിൽ താമസിക്കുന്നു. എന്നിട്ടോ ഏകദേശം ആരാധകരൊക്കെ ശാന്തമായി ഇരുന്ന സമയത്ത് മെല്ലെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഒരു ലൈവ് ഇട്ടിട്ടുണ്ട്. നോക്കൂ, ഇവളുടെ ഫോണിൽ നിന്നും ചോർത്തപ്പെട്ട, അതല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടപ്പെട്ട ഒട്ടേറെ ഓഡിയോകളാണ് നമ്മുടെ കയ്യിലിരിപ്പുള്ളത്. ഇത് വെറുതെ പറയുന്നതല്ല. ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും അടക്കമുള്ള ഒരുപാട് തെളിവുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. തെളിവുകൾ വെച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു മൊബൈലും ഓണാക്കി വെച്ച് ഒരു മൈക്കും വെച്ചുകൊണ്ട് ഒരു ബള എന്ന് പറഞ്ഞിരിക്കേണ്ട അവസ്ഥ നമുക്കില്ല. പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, തെളിവുകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പിന്നെയോ നമുക്കില്ലാത്തത് സിമ്പതിയാണ്. സിമ്പതി നമുക്കില്ല. മാത്രമല്ല, ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന വലിയൊരു ഭൂരിപക്ഷ സമുദായത്തെ ഒന്നടങ്കം മൂഞ്ചിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള കപടകളെ, ഈ വൃത്തികെട്ട ജന്തുക്കളെ തുറന്നു കാട്ടേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ്. കാരണം ഭഗവാൻ ഗുരുവായൂരപ്പനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാൻ പറ്റും, അവർ ആ ഗുരുവായൂർ അമ്പലം നടയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എത്രത്തോളം പരിധിയും കടന്നിരിക്കുന്നു എന്നുള്ളത്. എല്ലാ പരിധി കടക്കുന്നത് വരെയും ഹിന്ദു ക്ഷമിക്കും. ക്ഷമയുടെ നെല്ലിപ്പലക ഹിന്ദു ക്ഷമിക്കും. പക്ഷെ ക്ഷമ കെട്ടുകഴിഞ്ഞാൽ ഹിന്ദു ഇതുപോലെ തെളിവ് സഹിതം രംഗത്ത് വരുമ്പോൾ തന്നെ മോങ്ങിക്കൊണ്ട് ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ടൊന്നും കാര്യമില്ല. ഇതുപോലെയുള്ള ഒരുപാട് ഓഡിയോകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഈ പറയുന്ന ചിത്രം വരക്കാരി താത്തയ്ക്ക് വല്ല ഉത്തരവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് അവൾക്ക് ഉത്തരമില്ല. അവൾ പറയുന്നുണ്ടെന്നറിയുമോ, ഞാൻ പറയുന്നത് നിങ്ങൾ മാധ്യമത്തിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ചാനലിൽ ഞാൻ വരാമെന്ന്. ആർക്ക് വേണം അവൾ വരേണ്ടത്? അവൾ പറയുന്നത് കൊടുക്കാനല്ല
നമ്മുടെ ചാനലിൽ ഇരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന അവർക്കെതിരെ ഉയർന്നിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ മൊബൈൽ കോളുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇത് പുറത്തു വിട്ടുകൊണ്ട് അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഹണി ട്രാപ്പ് നടത്താൻ വേണ്ടി കാട്ടിക്കൂട്ടിയിട്ടുള്ള സകല തെണ്ടവും തെളിവ് സഹിതമാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരം പറയാൻ ഇല്ലാത്തവർക്ക് പിന്നെ അവസാനം ചെയ്യാൻ പറ്റുക എന്താ? വല്ല പനി ഗുളികയോ വല്ല വയറിളകാനുള്ള ഗുളിക കുടിച്ചിട്ട് ഈ പറയുന്ന പാവം പിടിച്ച ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഇത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, എന്റെ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ, ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കപ്പെടുന്ന ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, ഇനി മുസൽമാന്മാരിൽ വല്ലവരും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ചങ്ങാതിമാരെ നിങ്ങളുടെ ജന്മം വീണ്ടും ബാക്കി. തെളിവ് സഹിതമാണ് നമ്മൾ പറയുന്നത്. ചുമ്മാ അങ്കെങ്കെ പറയുന്ന പരിപാടി നമ്മൾക്കില്ല. അതുകൊണ്ട് ഇനിയും ഇവൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ കരഞ്ഞു മെഴുകുന്ന ദേശ് മക്കൾ മനസ്സിലാക്കുക, നീയൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് മെഴുകുന്നത്? നമുക്ക് പലരും നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, ഇവരൊക്കെ ഇവൾക്ക് വേണ്ടി മെഴുകുക. എന്തിന്റെ പേരില? സിമ്പതിയുടെ പേരിൽ. ഇവളുടെ ആ കണ്ണു നിറച്ചുകൊണ്ടുള്ള ആ കരച്ചിലുണ്ടല്ലോ, 2 കുട്ടികളുടെ പേരും പറഞ്ഞുള്ള ആ ഒരു ആത്മഹത്യ ഭീഷണി ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ട്. എന്നാൽ പറയുന്നു ഇതുപോലെയുള്ള തെളിവുകൾ സഹിതമാണ് നമ്മൾ പറയുന്നത്. ആ തെളിവുകൾ കവച്ചു വെക്കാൻ മറുപടിയില്ലാത്ത ഇവൾ കളിക്കുന്ന നാടകത്തിൽ ഇനിയും ആരും ചെന്നുപെടരുത്. ഇനിയും നമ്മൾക്കിത് പുറത്തുവിടാൻ ഒരു നാണവുമില്ല, ഒരു ഭയവുമില്ല. പക്ഷെ തൽക്കാലം ഇതുകൊണ്ട് നിർത്തുകയാണ്. ഇവളൊരു ചിത്രകാരിയോ ഇവളൊരു തേങ്ങാക്കൊലയുമല്ല. ഇവൾ ആരോ വരച്ചു കൊടുത്തൊരു ചിത്രം. ഇവൾ തന്നെ ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്, ഈ ചങ്ങാതിയോട്, ഈ കിളവനോട് പറയുന്നുണ്ട്, എനിക്ക് ചിത്രം വരച്ചു തരുന്ന ആളില്ലേ, അയാൾക്കൊരു സിനിമയിൽ ഒരു അവസരം കൊടുക്കുക, അതൊക്കെ പറഞ്ഞ് ആ അവസരം കൊടുക്കുമെന്ന് ചോദിച്ച ആ ചിത്രം. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, അവൻ തല്ലോ നിന്നെ മൂഞ്ചിയിട്ടില്ലേന്ന് ആലോചിച്ച് നോക്കും. ഒരു കിളവനും ഇവളും തമ്മിലുള്ള സംഭാഷണമാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ കിളവന്റെ വീട്ടിൽ പോയി തല്ലും ആളുകള്. അത്രയ്ക്ക് ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, ആദരിക്കുന്ന രീതിയിൽ അയാൾ ഇവിടെ ഒരു പേഴ്സണാലിറ്റി എടുത്തു വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുന്നത്. എത്രയോ ദിവസങ്ങളായി ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ മിണ്ടാതിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാ? ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഹിന്ദുവിനാണ് കേട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നും ആരാധക വൃന്ദങ്ങൾ ഇങ്ങനെ കടന്നുകൊണ്ട് അങ്ങനെ അവൾക്ക് വേണ്ടി ഇങ്ങനെ ചത്തുകെട്ടി ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കാൻ എന്നെ കിട്ടില്ല. ഇനിയും ഇവൾക്ക് വേണ്ടി വാതോരാതെ ഇറങ്ങുന്ന ആളുകൾ മനസ്സിലാക്കുക, നീയൊക്കെ എന്തിനു വേണ്ടിയാണ് ചാവുന്നത്? ഒന്നുകിൽ നിനക്ക് അവർ വല്ലതും തരുന്നുണ്ടാവും, നക്കാൻ വേണ്ടി തരുന്നുണ്ടായിരിക്കാം. ഇനി യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ട് അവളുടെ പേരിൽ ഈ വീഡിയോ അനുകൂല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന വ്യൂസ് വെച്ച് വല്ലതും നക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നീയും നക്കുക, നിന്റെ മക്കൾക്കും നക്കുക, മറ്റുള്ളവർക്കും നക്കാൻ കൊടുക്കുക. പക്ഷെ അത് ഹിന്ദുവിന്റെ പേരിൽ വേണ്ട, കൃഷ്ണന്റെ ഫോട്ടോ വരച്ചു, ഭഗവാന്റെ ഫോട്ടോ വരച്ചെന്ന പേരും പറഞ്ഞുകൊണ്ട് വേണ്ട എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു താക്കീതായിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഞാൻ ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ ശോഭ ചേച്ചിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് ശേഷം. കാരണം ചേച്ചി അടക്കമുള്ള ആളുകൾ കേൾക്കേണ്ട സാധനം തന്നെയാണിത്. കാരണം ചേച്ചിയുടെ ആലപ്പുഴയിലെ ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി ഇയാൾ കാട്ടിക്കൂട്ടി അവസാനം ചേച്ചി കണ്ണീരോടുകൂടി മാധ്യമങ്ങൾക്ക് മുൻപിൽ വരേണ്ട അവസ്ഥ വരെ സൃഷ്ടിക്കപ്പെട്ടത് ഈ വൃത്തികെട്ട, ഈ കിളവൻ, ഈ കാമഭ്രാന്തന്റെ ആ ഒരു പെരുമാറ്റം കൊണ്ടുകൂടിയാണ് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഏതായാലും ഇനിയും വീണ്ടും നമ്മളെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് നാറും. കിളവ, നാണമുണ്ടോടോ നിനക്കൊക്കെ? മക്കളും പേരക്കുട്ടികളും ഒക്കെ കാല് കുഴിയിലേക്ക് നീട്ടി ഇരിക്കുകയല്ലേ ചാവാൻ വേണ്ടി? അത്രയ്ക്കും പ്രായമായില്ലടോ. എന്നിട്ടും ഇനി പറയുന്ന ഇത്തരത്തിലുള്ള ഒരു തുണി ചുറ്റിയ താത്തമാരെ അങ്ങോട്ട് കാണുമ്പോഴേക്കും അത് പൊക്കിപ്പിടിച്ച് നടക്കാൻ ഉളുപ്പുണ്ടോടെ നിനക്കെന്ന് പറയേണ്ടതുണ്ട്. കാരണം നീ ഭഗവാന്റെ ഒരു നാമം കൂടി ചേർത്തുകൊണ്ടുള്ളതാണ് നിന്റെ പേര്. 2 നാമങ്ങൾ ചേർന്നതാണ് നിന്റെ പേര്. അത് ഓരോ ഹിന്ദുവിനും പോലും നാണക്കേടാണ് എന്ന് ഇവിടെ ശക്തമായി തന്നെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇങ്ങനത്തെ ഭാഷയിൽ തന്നെ നമ്മൾക്ക് പറയാനാവുകയുള്ളൂ. കാരണം ചെറ്റത്തരം കാണിക്കുന്നവനോട് അതേ ഭാഷയിൽ പറഞ്ഞാലേ ആ ചെറ്റത്തരം കാണിച്ചവന് ഞാൻ ചെയ്തത് ചെറ്റത്തരമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ ചെറ്റത്തരം കേൾക്കേണ്ടി വന്നത് എന്ന് തോന്നുകയുള്ളൂ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.